ക്രിസ്മസ് പുതുവത്സര കാലത്തും വിലക്കയറ്റം ഒഴിവാകും. സപ്ലൈകോ വിപണി ഇടപെടലിന് 50 കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാർ. ക്രിസ്മസ് കാല വിപണി ഇടപെടലിനാണ് സഹായം. വിപണി ഇടപെടലിന് ഈ വർഷം അനുവദിച്ചത് 300 കോടി രൂപയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ, നമ്മൾ ഓണക്കാലത്തടക്കം കണ്ടതാണ് വിപണിയിലേക്കുള്ള ഇടപെടലിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനായി വലിയ സഹായകമായി ജനങ്ങൾക്ക് ഉത്സവം ആഘോഷിക്കാനായി ഇങ്ങനെ ഒരു സാഹചര്യം തുടരുന്നും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പണം അനുവദിച്ചതിലൂടെ മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? കാരണം ജിൻഷദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണക്കാലത്ത് നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് വിപണി ഇടപെടൽ ഉണ്ടായതെന്നും വിലക്കയറ്റം സംസ്ഥാനം പിടിച്ചു നിർത്തിയതും എന്നുള്ളത്. അതിനി അടുത്ത ഉത്സവകാലത്തേക്ക് കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ അത് തുടരുകയാണ് എന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ വിപണി ഇടപെടലിന് വേണ്ടി സപ്ലൈകോയ്ക്ക് 50 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്മസ് പുതുവത്സരാഘോഷ കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കിയാണ് ഈ തുക ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിന് വേണ്ടി 250 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഒരു 50 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഓണക്കാലത്ത് ഉണ്ടായ ഒരു വിലക്കയറ്റം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വിപണി ഇടപെടലിലൂടെ ഫലപ്രദമായി അത് പിടിച്ചു നിർത്താൻ സാധിച്ചു എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും തുക അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഈ രീതിയിൽ സപ്ലൈകോ നേരിട്ടുള്ള വിപണി ഇടപെടലിനുള്ള സഹായം എന്ന രീതിയിൽ തന്നെയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ 50 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചത്. ഈ കാലയളവിൽ മുഴുവൻ ഇത്തരത്തിൽ വിപണി ഇടപെടലിനും ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ, കാരണം ഇടനിലക്കാരും മറ്റ് പൂഴ്ത്തിവെപ്പുകാരും ഒക്കെ ഇടപെട്ടാണ് ഈ വിലക്കയറ്റം സൃഷ്ടിക്കുന്നത്. അത് തടഞ്ഞു നിർത്താനുള്ള സർക്കാരിൻ്റെ ഇടപെടൽ, അതിന് 300 കോടി രൂപയാണ് ഇതുവരെയും സർക്കാർ. അപ്പോൾ അത് പല വിധത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഞെരുക്കലുകൾക്കിടയിലാണ് എന്ന് ആലോചിക്കണം, അല്ലേ ഷീജ? തീർച്ചയായും ജിൻഷദ്, കാരണം പലതരത്തിൽ പ്രത്യേകിച്ചും ഈ റേഷൻ വിഹിതമടക്കം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള വലിയ ജനങ്ങളെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിലക്കയറ്റം. ഈ ജിൻഷദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ഒക്കെ കാരണം ഉണ്ടാകുന്ന വിലക്കയറ്റം അതിനെ പോലും ഫലപ്രദമായി നേരിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആകെ വിപണി ഇടപെടലിന് വേണ്ടി ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 300 കോടിയായിരിക്കുകയാണ്. ബജറ്റ് 250 കോടിയാണ് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. ആ 250-ന് പുറമെ ഇപ്പോൾ 50 കോടി കൂടി അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ 300 കോടി വിപണി ഇടപെടലിന് വേണ്ടി മാത്രം സർക്കാർ നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിൻഷാദ്. ശരി ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.